മുനമ്പം വഖഫ് ഭൂമി കേസിൽ വാദം ഇന്നും തുടരും. പറവൂർ സബ് കോടതിയുടെ വിധിയിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിലാണ് വാദം. ഇന്നലെ വഖഫ് ആധാരം അടിസ്ഥാനമാക്കിയായിരുന്നു വാദം നടന്നത്. ഈ ആധാരത്തിലെ 5 പരാമർശങ്ങൾ അനുസരിച്ച് ഭൂമി വഖഫ് ആണെന്നായിരുന്നു ബോർഡിന്റെ വാദം. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. മിഥില, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാദം തുടങ്ങിയത്. ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് ഈ മുനമ്പം വഖഫ് ഭൂമി കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന കോടതി വിധികളിലുള്ള വാദമാണ്. അതിൽ പ്രധാനം എന്നത് പറവൂർ സബ് കോടതിയുടെ വിധിയാണ്. അതിലുള്ള വാദമായിരിക്കും നടക്കുക. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ആധാരം വെച്ചിട്ടുള്ള ഒരു വാദമായിരുന്നു. ആധാരത്തിലെ കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ എന്താണ് അത് പരിശോധിക്കുന്ന തരത്തിലുള്ള ഒരു വാദമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഈ വാദത്തിൽ വഖഫ് ബോർഡ് ഉന്നയിച്ച ഒരു ആരോപണം വഖഫ് ബോർഡ് ഉന്നയിച്ച ഒരു വാദം എന്നത് ഈ ആധാരത്തിലെ 5 പരാമർശങ്ങൾ അനുസരിച്ച് ഭൂമി വഖഫ് ആണെന്നായിരുന്നു ഇവരുടെ ഒരു വാദം. അതേസമയം തന്നെ ക്രയവിക്രയ സ്വാതന്ത്ര്യവും തിരിച്ചെടുക്കാനുള്ള നിബന്ധനയും ഉള്ളതിനാൽ വഖഫായി ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വാദിച്ചത്. മുനമ്പം നിവാസികളും ഈ ഒരു വാദത്തിൽ ഉണ്ടായിരുന്നു. ഫറൂഖ് കോളേജ് മത ജീവകാരുണ്യ സ്ഥാപനമല്ലാത്തതിനാൽ ഭൂമി നൽകിയതിനെ വഖഫായി കണക്കാക്കാൻ കഴിയില്ലെന്നായിരുന്നു ഇത്തരത്തിൽ മുനമ്പം നിവാസികൾ ഉന്നയിച്ച ഒരു വാദം. എന്തുതന്നെയായാലും ഇന്നത്തെ ഒരു വാദം ഏറ്റവും പ്രധാനമാണ്. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.